നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഷുറൻസിൽ തന്നെ ഫുൾ കവറിനെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇതിൽ വരുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എന്താണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്? നമുക്ക് ആദ്യം നോക്കാം. തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഞാനോ എൻ്റെ വണ്ടിയോ അല്ലാതെ മൂന്നാമതൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഉപകരണത്തിനോ അല്ലെങ്കിൽ ഒരു മതിലിനോ എന്തിനോ ആവാം, അതിനുണ്ടാവുന്ന നഷ്ടത്തെ കോമ്പൻസേറ്റ് ചെയ്യാം എന്ന് പറയുന്നതിനാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എപ്പോഴൊക്കെയാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രാബല്യത്തിൽ വരിക? 3 സിനാരിയോസിലാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രാബല്യത്തിൽ വരുന്നത്. ഒന്ന്, നമ്മുടെ വാഹനം മൂലം വേറൊരു വ്യക്തിയുടെ പ്രോപ്പർട്ടിക്ക് ഒരു ഡാമേജ് വരിക, ആ വ്യക്തിക്ക് ഒരു ധനനഷ്ടം സംഭവിക്കുക, അതാണ് ആദ്യത്തെ സിനാരിയോ. രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് നമ്മുടെ വാഹനം മൂലം മറ്റൊരു വ്യക്തിക്ക് ബോഡ്ലി ഇഞ്ചുറീസ് അല്ലെങ്കിൽ പാർഷ്യൽ ഡിസബിലിറ്റി വരിക, അതാണ് രണ്ടാമത്തെ സിനാരിയോ. മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ വാഹനം മൂലം ആ വ്യക്തിയുടെ ജീവൻ പൊലിഞ്ഞു പോവുക, ആള് മരണപ്പെടുക. ഈ 3 ആസ്പെക്റ്റിലാണ് നമുക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ ഇംപ്ലിക്കേഷൻ വരിക. ഇതാണ് ബേസിക് ആയിട്ടുള്ള 3 ആപ്ലിക്കേഷൻസ്. ഫസ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത് നമ്മുടെ വാഹനം മൂലം ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടിക്ക് ഡാമേജ് വരിക എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഡാമേജ് വന്ന വ്യക്തി ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യണം, ഒരു വാഹനം വന്ന് അപകടത്തിൽപ്പെട്ട് എൻ്റെ മതിലിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഇൻഫോം ചെയ്ത് കഴിയുമ്പോൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇതിനെ ഗ്രൗണ്ട് റിപ്പോർട്ട് എടുക്കാൻ മഹസർ തയ്യാറാക്കി ഒരു FIR തയ്യാറാക്കാൻ പോലീസുകാർ വന്ന് FIR തയ്യാറാക്കി ഇതിൻ്റെ ഡീറ്റെയിൽ കോടതിയിലേക്ക് പോകും. കോടതിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടതി ഈ വാഹന ഉടമ ഇൻഷുവേർഡിനെ സമൻസ് ചെയ്തിട്ട് ഈ അപകടം സംഭവിച്ചിട്ടുള്ള ആ വ്യക്തി, അതായത് ആ മതിൽ പൊളിഞ്ഞു പോയിട്ടുള്ള ആ വ്യക്തിയോട് ചോദിക്കും, എന്ത് എസ്റ്റിമേറ്റ് ആണ് ഇത് തിരിച്ച് പണിയാനുള്ള കോസ്റ്റ് വരിക എന്നുള്ള എസ്റ്റിമേറ്റ് ചോദിക്കും. അപ്പോൾ ആ കോസ്റ്റിൽ എന്തൊക്കെ ഉൾപ്പെടുകയെന്ന് വെച്ചാൽ മതിൽ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് പണിയാനുള്ളൊരു കോസ്റ്റ് വരും. ഇനി അവിടെ ഉണ്ടായിരുന്ന ഡെബ്രീസ് എന്ന് പറയുമ്പോൾ അവിടെ വീണ് കിടക്കുന്ന കല്ല് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മാറ്റാനുള്ളൊരു കോസ്റ്റ് വരും, കോടതിയിൽ ഒരു കോസ്റ്റ് വരും. ഈ എല്ലാ കോസ്റ്റും കൂടിയിട്ടാണ് ഈ വ്യക്തി കോടതിയിലേക്ക് എസ്റ്റിമേറ്റ് കൊടുക്കേണ്ടത്. ഇത് വെറുതെ കൊടുത്താൽ മാത്രം പോരാ, കോടതിക്ക് ഇത് തൃപ്തികരമാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യും? ഈ വ്യക്തിയുടെ ഇൻഷുറൻസ് കമ്പനിയോട് ഈ പറഞ്ഞ ഡാമേജ് സംഭവിച്ച വ്യക്തിക്ക് ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറയും. ഇതാണ് ബേസിക്കലി പ്രോപ്പർട്ടി ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രോസസ്സ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും സിനാരിയോസ് ആണ്. രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് ബോഡ്ലി ഇഞ്ചുറി, മൂന്നാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് ഡെത്ത് ആണ്. ഈ 2 ഒഫൻസും ക്രിമിനൽ ഒഫൻസാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ വാഹനം മൂലം ഒരു വ്യക്തിക്ക് പാർഷ്യൽ ഇഞ്ചുറി വരികയോ ഡെത്ത് വരികയാണെങ്കിലാണ് ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ ഈ ഒരു സെക്ഷൻ ആപ്ലിക്കബിൾ ആവുന്നത്. നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളുടെ വാഹനം മൂലം ഒരു വ്യക്തിക്ക് അപകടം സംഭവിച്ചു. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവൻ്റെ സുരക്ഷയാണ്. അതാണ് നിങ്ങളുടെ പ്രൈമറി മോട്ടോ ഓഫ് ദ തിങ്. നിങ്ങൾ ആദ്യം ആ വ്യക്തിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആളെ ഹോസ്പിറ്റലാക്കുകയോ എന്താണെന്ന് വെച്ചാൽ ആദ്യം അത് ചെയ്യണം. ഒരു കാര്യം വ്യക്തമാക്കട്ടെ, നിങ്ങളുടെ ഈ വാഹനം ആ സ്പോട്ടിൽ നിന്ന് മാറ്റാതിരിക്കാൻ ശ്രമിക്കുക, പരമാവധി മാറ്റാതിരിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് അപകടം ഉണ്ടായി, എങ്ങനെ അപകടം ഉണ്ടായി, അതിനൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ വാഹനം അവിടെ നിന്ന് മാറ്റരുത്. പറ്റുമെങ്കിൽ ഒരു ഫോട്ടോസ് എടുക്കുക, 360 ഡിഗ്രിയിൽ ഫോട്ടോ എടുക്കുക, ഒരു വീഡിയോ എടുക്കുക. അതിനുശേഷം ഈ വ്യക്തിയെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയോ എന്താ ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നിങ്ങൾ ഈ കാര്യം പറയുക, എൻ്റെ വാഹനം മൂലം ഒരു വ്യക്തിക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ആദ്യം വരുന്ന ആ ലൊക്കേഷനിൽ വന്ന് ലൊക്കേഷൻ ആകെ ചെക്ക് ചെയ്യും. എന്നിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കുന്ന കാര്യം, നിങ്ങൾ ആ സമയം മദ്യലഹരിയിലായിരുന്നോ, നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നോ, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നോ എന്നീ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യും. നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇത് ക്രിമിനൽ ഒഫൻസ് ആയതുകൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതിന് ശേഷം നിങ്ങൾക്ക് ജാമ്യത്തിൽ പുറത്ത് വരാവുന്നതാണ്. പോലീസുകാർ ഈ അപകടം സംഭവിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് ചെന്ന് അവിടെയുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കളക്ട് ചെയ്യും. അതിൻ്റെ കൂടെ അവിടെ സാക്ഷികൾ വല്ലവരും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ മൊഴിയെടുക്കും. ഇനി അപകടത്തിൽപ്പെട്ട വ്യക്തി മരണപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെയും കൂടി മൊഴിയെടുത്ത് ഈ അപകടത്തിൽപ്പെട്ട വാഹനം അവർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് അവർ ഇൻറ്റിമേഷൻ കൊടുക്കും. ഈ ഇൻറ്റിമേഷൻ കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ
ഇങ്ങനൊരു വാഹനം ഇന്ന നമ്പറിൽ ഉള്ളൊരു വാഹനം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, ഇന്നതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങൾ വന്നിട്ട് അതിൻ്റെ ഫിറ്റ്നസ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ വന്ന് ആ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ചെക്ക് ചെയ്യും. ഫിറ്റ്നസ് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിന് ഒരു കുഴപ്പം ഉണ്ടായതുകൊണ്ടല്ല ഈ അപകടം സംഭവിച്ചത് എന്ന് ഉറപ്പുവരുത്താനാണ്. അങ്ങനെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ FIR-ഉം ഈ സർട്ടിഫിക്കറ്റും വെച്ച് കോടതിയിലേക്ക് പോലീസുകാർ ഇത് ഫോർവേഡ് ചെയ്യും. കോടതിയിലേക്ക് റിപ്പോർട്ട് പോയതിന് ശേഷം നിങ്ങൾക്ക് ഒരു സമൻസ് വരും. ഇതെന്തായാലും നിങ്ങൾക്ക് സമൻസ് വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രിമിനൽ ഒഫൻസാണ്. ഈ ക്രിമിനൽ ഒഫൻസിന് നിങ്ങൾക്ക് സമൻസ് വന്നു കഴിഞ്ഞാൽ ആ പ്രസ്തുത ദിവസം നിങ്ങൾ കോടതിയിലേക്ക് ചെല്ലേണ്ടതാണ്. കോടതിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവർ FIR കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വായിച്ചു തന്നതിന് ശേഷം നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അഡ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിനൊരു പിഴ അടയ്ക്കേണ്ടി വരും. ആ പിഴ അടച്ചതിന് ശേഷം വെറും തടവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കോടതി തീരുന്നത് വരെ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടി വരും. ഇതാണ് ബേസിക്കലി ഉള്ള ഒരു പ്രോസസ്സ്. ഇതിന് ശേഷം അപകടത്തിൽപ്പെട്ട വാഹന ഉടമയ്ക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. അതിനുശേഷം ഈ അപകടത്തിൽപ്പെട്ട വാഹനോടമ കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കണ്ട. അതിൻ്റെ ക്ലെയിം പ്രോസസ്സ്, അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിലും ഇൻഷുറൻസ് കമ്പനിക്ക് വിട്ടുകൊടുക്കാവുന്നതാണ്. അത് തന്നെയാണ് ഇൻഷുറൻസ് കമ്പനി പറയുന്നതും. നിങ്ങൾ അറിയാതെ ഉണ്ടായ ഒരു അപകടത്തെ ഇൻഡിമിനിഫൈ ചെയ്യുക, അതായത് കോമ്പൻസേറ്റ് ചെയ്യുക എന്നാണ് ഇൻഷുറൻസ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു സാധാരണ വ്യക്തി അപകടത്തിൽ വാഹനം പെടുകയാണെങ്കിൽ ചെയ്യേണ്ട പ്രോസസ്സും പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചത്. ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ വളരെ ലഘുവായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പ്രൊഫൈലിനനുസരിച്ചാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു പല്ല് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം 5000 മുതൽ 10000 രൂപ വരെ ക്ലെയിം കൊടുക്കേണ്ടി വരും. ഇനി പോട്ടെ, ഒരു വ്യക്തി, ഒരു ചെറിയ കുട്ടിയാണ് മരണപ്പെട്ടത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു പോളിസി നിങ്ങൾ അപ്ഡേറ്റഡ് ആണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. അതൊരു വലിയൊരു കടലിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ളത്, അതായത് ഒരു വാഹന ഉപഭോക്താവിന് ആവശ്യമുള്ള കാര്യത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ കുറേ ലീഗാലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ പോലീസുകാർ എന്ന് തന്നെ പറയുമ്പോൾ പോലീസുകാരുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ക്ലോസ്ലി അറൗണ്ട് 16 സ്റ്റെപ്സ് തന്നെ പോലീസുകാർക്ക് തന്നെയുണ്ട്. അതുപോലെ ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ട്, MACTക്കാർക്ക് ഉണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റെപ്സ് ഉള്ളൊരു പ്രോസസ്സാണ് ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തത് ഞാൻ പറഞ്ഞു തന്നൊന്നും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു തരും. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ഈ വീഡിയോ കണ്ട് സഹകരിച്ചതിനും എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ നന്ദി പറയണു. ഇനി ഞാൻ വല്ല വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാനുള്ള വേറൊരു വേദി ഒരുങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആ മുകളിൽ കാണുന്ന കുഞ്ഞ് നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം കാണാൻ സാധിക്കും. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. TAGSBIKEZ റോയൽ എൻഫീൽഡ് DP ആണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്, റൈഡ് സേഫ് ആൻഡ് ടേക്ക് കെയർ.